ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. നമ്മുടെ കാള പെറ്റു അതിനു മുമ്പ് നമ്മൾ കയറെടുക്കുന്ന ഒരു പരിപാടി നമുക്ക് പൊതുവിൽ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എനിക്കടക്കം നിങ്ങൾക്കടക്കം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ സത്യം അത് എന്താണ്, അതിൻ്റെ ചെരുപ്പ് എന്താ പറയുക, സത്യം ചെരുപ്പിടുന്നതിന് മുമ്പ് തന്നെ കള്ളം ലോകം ചുറ്റി സഞ്ചരിച്ച് എത്തിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അത് കറക്റ്റ് വരി അറിയുന്നൊരു കമൻറ്റ് ചെയ്യൂ. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടും മറ്റ് പല കാര്യങ്ങളിലും പല ആൾക്കാർക്ക്, ചിലർക്ക് ഭയങ്കര വെറുപ്പാണ് ഈ കുടുംബത്തോട്. ചില ആൾക്കാർക്കാണെങ്കിൽ കുറച്ചധികം ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ അധികം ആൾക്കാർക്ക് ഇൻസ്പയറിംഗും ആണ്. അതായത് ഈ കൃഷ്ണകുമാർ ഫാമിലിയിലെ ആ കുട്ടികളുടെയാണ്. അഹാന കൃഷ്ണ, ദിയ കൃഷ്ണ, ഇഷാനി, അതുപോലെ തന്നെ മറ്റേ ഹൻസു ബേബി, ഇല്ലേ, ഇത്രയും പേര്. സോ റീസെൻ്റ് ആയിട്ട് ഇപ്പം ഇന്നത്തെ ദിവസം ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തത്തിൽ കാണുന്ന ഒരു കാര്യമാണ് കൃഷ്ണകുമാറിൻ്റെ മകളും കൂടെ ഒക്കെ ചേർന്നുകൊണ്ട് ദിയ കൃഷ്ണയുടെ ആ ഒരു സ്ഥാപനത്തിൽ ഓമൈ ഓസി എന്നോ ഓബൈ ഓസിയോ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു മൂന്നോളം സ്ത്രീ, മുൻകാലം കുറച്ച് വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി എന്നുള്ള കാര്യം. അതിൽ ഭയങ്കരമായിട്ടുള്ള തെറിവിളികൾ ഇവരെ വിളിക്കുന്നു, അസഭ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം ആർക്കും അറിയാതിരിക്കെ അന്വേഷണത്തിലേക്ക് പോകുന്ന വഴിക്ക് എന്താണ് അതിന്റെ റീസൺ എന്നുള്ള കാര്യം, എന്താണ് കറക്റ്റ് പരിപാടി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തത്. സ്ഥാപനത്തിലെ പണം കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. എം.ജി. പ്രതീഷ് തിരുവനന്തപുരത്തിന് വിവരങ്ങൾ നൽകാറുണ്ട്. സ്ഥാപനത്തിലെ പൈസ ഇപ്പം ഞാൻ അറിഞ്ഞത്, കാരണം ഇപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എൻ്റെ സ്ഥലം തിരുവനന്തപുരം തന്നെയാണ്. ഞങ്ങൾക്ക് തിരുവനന്തപുരത്തോട്ട് ജസ്റ്റ് നമുക്ക് അവിടെ മൊത്തം നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വിഷയം, ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം ഞാൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള കവടിയാറൊക്കെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലം, അങ്ങനെയൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ച സമയത്ത് പറഞ്ഞെന്ന് വെച്ചാൽ അറിയാൻ കഴിഞ്ഞ കാര്യം, ഗ്രൗണ്ട് സ്ഥലത്ത് നിന്ന്, അഥവാ ഗ്രൗണ്ടിൽ നിന്നും എനിക്കറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വെച്ചാലും നിലവിൽ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയാണ്. അഥവാ ഓബൈ ഓസി എന്നൊക്കെ പറയുന്ന ആ പെൺകുട്ടി, ദിയ കൃഷ്ണ, ആ കുട്ടിയാണ് ശരിക്കും അഫക്റ്റഡ് ആയിട്ടുള്ളത്. ആ കുട്ടിയുടെ സ്ഥാപനത്തിൽ വിശ്വസിച്ച് ആ സ്ഥാപനത്തിൽ ജോലി കൊടുത്ത 2-3 സ്റ്റാഫുകൾ അവർ QR കോഡുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി ഈ കുട്ടിയുടെ പൈസ കുറേ കാലം കൊണ്ട് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇത് ട്രാൻസ്ഫർ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പച്ചയ്ക്ക് ഈ വീട്ടുകാരെ അഥവാ ജോലി കൊടുത്ത ആ കൈക്ക് തന്നെ കൊത്തി എന്നുള്ള പരിപാടിയാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. ഈ ഒരു വിഷയം പിടിക്കപ്പെട്ടതിന് ശേഷം നിയമപരമായിട്ട് ആ ഒരു കേസിലേക്ക് പോയ സമയത്ത് ഏതാണ്ട് 60-68 ലക്ഷം രൂപയോളം, എന്തോ വലിയ എമൗണ്ടാണ്, ബിഗ് എമൗണ്ടാണ്, കുറേ കാലം കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടി ഇപ്പം ഗർഭിണിയും കൂടെയാണ്. നമുക്കറിയാം ഒരുപാട് സ്ട്രഗിളിലൂടെയും പെയിനിലൂടെയും കടന്നു വന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് അത് വളർത്തിയെടുത്തൊരു സാമ്രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് ഒരു നല്ലൊരു പങ്ക് ഇവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം. അത് പിടിക്കപ്പെട്ട സമയത്ത്, കേസ് കൊടുത്ത സമയത്ത് ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നും ഇവർക്ക് നിലവിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ചില നെഗറ്റിവിറ്റീസ് ഒക്കെ ചിലത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടായിക രാഷ്ട്രീയം മറ്റു പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ ഒരു കാരണം കൂടെയൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇവരെ തട്ടിക്കൊണ്ടുപോകൽ മറ്റുള്ള പരിപാടികളൊക്കെ ഇവർക്കെതിരെ തിരിച്ചൊരു സംഭവം കൊടുത്തൊരു ഗൂഢാലോചനയൊക്കെ നടത്തി എന്നുള്ള കാര്യമാണ് ഞാൻ അറിഞ്ഞത്. ഇത് സത്യമാവാം, തെറ്റാവാം, എന്തായാലും അത് അന്വേഷണത്തോട് തെളിയട്ടെ. കേൾക്കാം. ആർക്കൊക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്? കൃഷ്ണകുമാർ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത്? അജിക്കെ, മ്യൂസിയം പോലീസ് നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് ജി കൃഷ്ണകുമാറിന്റെ പരാതിയിൽ എടുത്ത കേസാണ്. അത് ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ കവടിയാറിൽ നടത്തിയൊരു സ്ഥാപനത്തിൽ, അതേ സ്ഥാപനത്തിലെ 3 ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയിരുന്നു. അതേ സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരുന്ന QR കോഡ് മാറ്റി 2024 മുതൽ തട്ടിപ്പ് നടത്തിയെന്നതായിരുന്നു ജി കൃഷ്ണകുമാറും മകളും നൽകിയ പരാതി. ഈ പരാതിയിൽ ആ സ്ഥാപനത്തിലെ 3 ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം അതിൽ ജീവനക്കാരിയായ ഒരാളുടെ ഭർത്താവ് കൃഷ്ണകുമാറിന്റെ മകളെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച മറ്റൊരാൾക്കെതിരെയും, അങ്ങനെ 4 പേർക്കെതിരെയാണ് ഈ ജി കൃഷ്ണകുമാറിന്റെ കുടുംബം നൽകിയ കണ്ടെത്തിയ അഥവാ ഈ കള്ളത്തരം കൈയോടെ പിടിക്കപ്പെട്ടതിന് ശേഷം നിയമപരമായിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കേസും മറ്റുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയ സമയത്ത് ഈ വീട്ടുകാരെ വിളിച്ച്, ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത്, ഭീഷണിപ്പെടുത്തൽ പരിപാടിയൊക്കെ നടത്തുന്നത് ഞാനും അറിഞ്ഞായിരുന്നു. അപ്പം അതും സത്യമാണ്. അപ്പോൾ ഈ ഇവരുടെ കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് ഈ കൃഷ്ണകുമാറിനെ ആ ഫാമിലിയും അവരെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പബ്ലിക്കായിട്ട് ഇവരെ നാണം കെടുത്തും, അതുപോലെ തന്നെ ഇതിനകത്ത് ഇവർ പെട്ടുപോകും എന്നുള്ള രീതിയിലേക്ക് ഇവരെ ഭയങ്കരമായിട്ട് ഇവരെ സത്യം പറഞ്ഞ നല്ല ഒന്നാം തരം ഭീഷണി തന്നെയാണ് പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ന്യൂസിലും വരുന്നത്. അപ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ ബാക്കി അന്വേഷണത്തിൽ വരട്ടെ, എങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ രാഷ്ട്രീയമോ ഇവരുടെ ചില കാര്യങ്ങളോടോ ചിലപ്പോൾ എതിർപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവാം. എങ്കിലും നമ്മൾ ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കോ എനിക്കോ നമുക്കോ ആർക്കോ ചിലപ്പോൾ നാളെ സംഭവിച്ചേക്കാം. നമ്മുടെ വിശ്വാസത്തോടു കൂടി കണ്ട ആൾക്കാർ ചിലപ്പോൾ നാളെ നമ്മൾ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുന്ന സമയത്ത് മാത്രമല്ല, നമുക്ക് അനുഭവിക്കുമ്പോൾ മാത്രമല്ല അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല.
അല്ലാതെ എന്തോ ഒരു കാരണം കൊണ്ട് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരോടുള്ള നമ്മുടെ ഉള്ളിലുള്ള എവിടെയോ ഉണ്ടായ വെറുപ്പ് കാരണം അവർക്ക് ഉണ്ടാകുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളും പീഡകളും വിഷമങ്ങളും അതെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കുകയോ അവരെ വീണ്ടും അതിനകത്ത് നമ്മൾ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയോ വേണ്ട. ചിലപ്പോൾ നമുക്ക് നമ്മളോട് പോലും ചിലപ്പോൾ ഇവർ ചിലപ്പം എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിലും അവർക്ക് ഇപ്പോൾ ഉണ്ടായ സാഹചര്യം ശരിക്കും പറഞ്ഞാൽ അറിയുന്നിടത്തോളം വെച്ച് ആ കുട്ടിയുടെ നല്ലൊരു എമൗണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അത് എങ്ങനെ പറ്റും? കഷ്ടപ്പെട്ടിട്ടില്ല ഓരോ സ്ഥാപനങ്ങളൊക്കെ ഓരോരുത്തർ ഇതുകൊണ്ട് എന്തുമാത്രം എക്സ്പെൻസ് വരും. അവരുടെ ക്രെഡിബിലിറ്റി, അവരുടെ ആ ഒരു എന്ന് വെച്ചാൽ ഇപ്പോൾ തട്ടിക്കൊണ്ട് പോക്കൽ കേസൊക്കെ കൊടുത്തല്ലോ, കൃഷ്ണകുമാറിനെ പോലെ എന്ത് ചെറിയൊരു കാര്യം ചെയ്താലും ഭയങ്കര വലിയ വിവാദമാകുന്ന ഒരാൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ പെൺകുട്ടികൾ എന്തെങ്കിലും ചെറിയൊരു സംഭവം ഉണ്ടായി അത് മൊത്തം വൈറലാവുന്ന, അത് മൊത്തത്തിൽ ആൾക്കാർ മൊത്തം എടുത്തിട്ട് അലക്കുന്ന ഒരു സാഹചര്യമുള്ള ആൾക്കാർ ഇവർ തട്ടിക്കൊണ്ടുപോകും. നിങ്ങൾക്ക് ഏതെങ്കിലും അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് പറ്റുമോ? എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ചിന്ത, എൻ്റെ ആശയം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, പുലബന്ധം പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ആശയ തറയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ. പക്ഷേ അവരുടെ ഈ ആശയത്തിനെ കുറിച്ച് സംസാരിക്കാനോ അവരുടെ രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കാനോ ആവരുത് ഈ ഒരു സാഹചര്യം. ഒരു മനുഷ്യനുണ്ടായ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നമ്മുടെ രാഷ്ട്രീയമോ ആശയമോ പറഞ്ഞല്ല നമ്മൾ സംവദിക്കേണ്ടത്. ആ സമയത്ത് ആ സാഹചര്യത്തിനോടൊപ്പമാണ് നമ്മൾ പറ്റുമെങ്കിൽ മുന്നോട്ട് അവരോട് സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ അത് നമ്മളത് മനസ്സിലാക്കി പെരുമാറുക, അല്ല എങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പെരുമാറുക എന്നുള്ള കാര്യം. ഇതിൽ 69 ലക്ഷം രൂപ ഈ ജീവനക്കാർ തട്ടിയെടുത്തതാണ് ജി കൃഷ്ണകുമാറിന്റെ പരാതി. ഇതിനു പിന്നാലെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഈ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും അവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നു എന്നതിനാണ് ജി കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ മറ്റൊരു കേസ് കൂടി ഇപ്പോൾ മ്യൂസിയം പോലീസ് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ. ഒന്നാമത് കൊടുത്ത കേസ് ഈ കൃഷ്ണകുമാറിന്റെ മകളുമാണ് ആദ്യം കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. അവർക്കുണ്ടായ ചീറ്റിങ്ങിന്, വഞ്ചനയ്ക്ക് അഥവാ പൈസ തട്ടിപ്പിന്. അവർ കൊടുത്ത കേസിന് ശേഷം രണ്ടാമത് കൊടുത്ത കേസാണ് എന്നുള്ള കാര്യം ഇപ്പം ഈ ഒരു ന്യൂസിലും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് കൊടുത്ത കേസിനകത്താണ് ഇവരെ ആ ഒരു കുടുംബത്തിനെതിരെ അവർ തട്ടിക്കൊണ്ടുപോക്ക് നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവം ചെയ്തേക്കുന്നത്. എന്തൊരു പരിപാടിയാണ് ആലോചിച്ചു. കൗണ്ടർ കേസ് കൊടുത്തതാ ഇവരെ പെടുത്താൻ വേണ്ടിയിട്ട്. ജീവനക്കാരുടെ കയ്യിൽ നിന്ന് 8 ലക്ഷത്തിലധികം രൂപ ഈ വാങ്ങിയെടുത്തതിന്റെ രേഖകൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കൃഷ്ണകുമാറിനെതിരെ 8 ലക്ഷത്തിന് അധികം രൂപ തിരിച്ച് പിടിച്ചെടുക്കുകയും ചെയ്തു അവർ. അപ്പൊ ആ ഒരു കാര്യം സത്യസന്ധമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവരാണ് പെട്ടത്, കൃഷ്ണകുമാറിന്റെ മകളുമാണ് പെട്ടത്. കൊണ്ടുപോകൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് നിലവിൽ മ്യൂസിയം പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം ജി കൃഷ്ണകുമാറിന്റെ മകളായ ദിയ കൃഷ്ണയ്ക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ 2 കേസുകളാണ് ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതിയിൽ എടുത്തിരിക്കുന്നത്. ശരി, 2 കേസ്. അപ്പൊ നമുക്ക് അതിന്റെ കമന്റ് ജസ്റ്റ് നോക്കാം. കമന്റ് എന്താ? 4 മക്കൾക്കും അമ്മയ്ക്ക് യൂട്യൂബിൽ നിന്ന് നല്ല ഇത് കിട്ടിയിട്ടും ഇവർ എന്തുകൊണ്ട് ഈ പണിക്ക് പോയി എന്നാണ് എനിക്കറിയാത്തത്. എന്തുവാണ് ഇത്? എന്ത് കമന്റ് അത്? കേസാണ് ഇത്. ജീവനക്കാർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസ് കൊടുത്തിട്ടുണ്ട്. അറിയാതെ ഒരു ഫാമിലി അപമാനിക്കരുത്, മനസ്സിലായോ? പിന്നെ അവർ തെറ്റ് ചെയ്തതിനോ നിങ്ങൾ അത് തെളിയിക്കട്ടെ. ശാഖയിൽ പഠിച്ചത് വെറുതെ ആയില്ല. ഇതാണ് മനസ്സിലാവേണ്ടത്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അവരുടെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അവർക്കുണ്ടായ സാമ്പത്തിക നഷ്ടം, ഇവർ ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ അകത്ത് നിൽക്കുന്നവരായിരിക്കാം. ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, എന്ത് സംഭവം ആയിക്കോട്ടെ, എന്ത് സംഘടന ആയിക്കോട്ടെ, ആ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ സാമ്പത്തിക നഷ്ടം വന്നതിന് കേസ് കൊടുത്തു, അതിനുശേഷം അവർക്കെതിരെ കൊണ്ടുപോയി കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ രാഷ്ട്രീയം പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അതൊന്നും തൊട്ട് ശരിയല്ല. മദ്രസ കുണ്ടൻ സന്തോഷമായില്ലേ? ഓക്കെ, ശാഖാ കുണ്ടന്മാർക്ക് സന്തോഷമായോ? അവിടെ വേറെ തരത്തിൽ രാഷ്ട്രീയമാണല്ലോ, അത് അങ്ങനെ നടക്കും. കട്ടത് പിടിച്ചപ്പോൾ കാട്ടിക്കൊടുക്കുന്നു സാധാ തന്തയിൽ G3G 8 ലക്ഷം അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ഇത്രയും പൈസ ഉള്ളവർ നേതാവോ? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടാകും? അപ്പോൾ ഞാനും ചാണകം, നിങ്ങളും ചാണകം, നമ്മളെല്ലാവരും ചാണകം. RSS തീട്ടങ്ങളാണോ ഇങ്ങനെ വരൂ? എന്തിനാണ് ഇത്? അതിന് നിനക്കെന്താ ഇത്ര സന്തോഷം? സംഖ്യയല്ലേ, മോശം വരില്ല, എല്ലാം ഒന്നിനൊന്നും വെച്ചും. ആൾക്കാർ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെയും സാഹചര്യങ്ങളും അവരുടെ കയ്യിൽ നിന്നുള്ള നഷ്ടത്തിനെ കുറിച്ച് മനസ്സിലാക്കാതെ അവരുടെ ഈ ഒരു അവസ്ഥയിൽ അവരെ പരിഹസിക്കാനൊരു സാഹചര്യം കിട്ടിയതിനെ എടുത്തിട്ട് നന്നായിട്ട് യൂസ് ചെയ്തെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അവരുടെ ആശയ അടിത്തറയോ അവരുടെ രാഷ്ട്രീയമോ ഒന്നും ഞാൻ ഈ സമയത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു മൊത്തത്തിലുള്ളൊരു പറ്റിപ്പ. ഇതിൽ ദിയ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് ദിയ ഇട്ടേക്കൻ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് പുറത്തു വന്നതാണ്. തൻ്റെ കടയിലെ ജീവനക്കാരികൾക്കെതിരെ ആരോപണമായി ദിയ കൃഷ്ണ ഗർഭിണിയായ സ്ത്രീയാണ് അവർ ഇത്രയും നാൾ പറ്റിച്ചത്. തൻ്റെ ഉടമസ്ഥതയുള്ള സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ ആഭരണങ്ങളും സാരിയും വിൽക്കുന്ന OBOC എന്ന ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലെ ജീവനക്കാരികൾ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടത്തിയെന്നാണ് ദിയയുടെ പരാതി ഉന്നയിക്കുന്നത്. നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് അറിയിച്ചു. ഇത് 30 മെയ്യിൽ വന്നേക്കുന്ന ഒരു പോസ്റ്റാണ്. ഇന്ന് എന്താണ് ഇത്? ജൂൺ 7. ഇത് 30 മെയ്യിനകത്തും ഈ ഒരു സമാനമായ ഒരു കാര്യത്തിന് അന്നൊരു
ജീവനക്കാരികൾക്കെതിരെ ആരോപണമായി ദിയാകൃഷ്ണ വന്നിരുന്നു എന്നുള്ള കാര്യം 30 മെയ് നോക്കണം. ഇതിനകത്ത് ഇത് ഇൻസ്റ്റാഗ്രാമിനകത്ത് കിടക്കുന്നതാണ്. അന്നിട്ടേക്കുന്ന പോസ്റ്റ് ഇതാണ്: ഐ ഹാവ് ടേക്കൺ കെയർ ഓഫ് ദോസ് സ്കാമേഴ്സ് ഫോർ നൗ. ഓൾ ഓർഡേഴ്സ് ടേക്കൺ ത്രൂ വെബ്സൈറ്റ് ആൻഡ് വാട്സ്ആപ്പ് ഈസ് അണ്ടർ സേഫ് ഹാൻഡ്സ് നൗ. Dispatched immediately. Thank you for trusting my brand. Sorry for all the confusions. Rest assured, all your orders will be reaching you soon. Diya Krishna. Please help me out as I got scammers by all staffs. ഇമ്പോർട്ടൻറ്റ്. ഓൾഡ് സ്റ്റാഫിനെ കുറിച്ച് ഇവർ മെയ് മാസത്തിൽ തന്നെ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. ഹലോ ഡിയർ ഇൻസ്റ്റാ ഫാമിലി, ഇഫ് എനിവൺ ഹാസ് visited my store anytime and the staffs required to pay the amount to their personal number or scanner. കണ്ടോ, ഇത് അന്നേ കൊടുത്തിരിക്കുന്നു. പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇമ്മീഡിയറ്റ്ലി. പ്ലീസ് ഡു നോട്ട് പേ ടു എനി സ്റ്റാഫ് പേഴ്സണൽ നമ്പർ. മൈ പേഴ്സണൽ അക്കൗണ്ട് നമ്പർ സ്കാനർ ഈസ് പ്രൊവൈഡ് ഇൻ ദ സ്റ്റോർ. ആക്ച്വലി സംഭവിച്ചേക്കുന്നത് ഇതിനു മുമ്പ് തന്നെ ദിയ പബ്ലിക്കിലേക്ക് പറഞ്ഞിരുന്നതാണ് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായത്. അതായത് ഇവരുടെ സ്റ്റാഫുകൾ അവരുടെ ആ ഒരു കവടിയാറിൽ അവരുടെ സ്ഥാപനത്തിൻ്റെ അകത്ത് വന്ന് സാധനം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരല്ല, QR കോഡ് അവരുണ്ടാക്കിയ QR കോഡാണ് കൊടുക്കുന്നത്. അതിലേക്ക് പർച്ചേസ് ചെയ്ത് അതിലേക്കാണ് പൈസ അയക്കുന്നത്. ഈ പൈസ തട്ടുന്നത് ഇവരറിയുന്നില്ല. എന്തൊരു വലിയൊരു വമ്പൻ ഉടായ്പെന്ന് ആലോചിച്ച് നോക്ക്. വൻ ഉടായ്പാണ്. ഇതാണ് സാധനം, ഇതാണ് വിഷയം. വന്നേക്കുന്ന ഇത് BJP നേതാവ് കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. ആലോചിച്ച് നോക്കണേ. ഇത് വന്നേക്കുന്ന ഒരു ന്യൂസ് മലയാളം TV വന്നേക്കുന്നത് മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടേതാണ് പരാതി. ആലോചിച്ച് നോക്കണം. ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്താ? BJP നേതാവ് G കൃഷ്ണകുമാറിനെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. എന്നാൽ അവരുടെ സ്ഥാപനത്തിൻ്റെ പണം തട്ടിയതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് BJP നടനുമായ G കൃഷ്ണകുമാറിനെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിൽ 3 പേർക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് രസം അല്ലേ? ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ 69 ലക്ഷം രൂപ കവർന്നു. QR കോഡ് മാറ്റി 2024 മുതൽ തട്ടിപ്പ് നടത്തി. G കൃഷ്ണകുമാറിൻ്റെ പരാതി ജീവനക്കാർക്കെതിരെ കേസെടുത്തു. 24 ഓൺലൈൻ. ഓക്കെ, അപ്പം നമ്മുടെ ന്യൂസുകളിൽ തന്നെ വന്നേക്കണ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഓക്കെ, അപ്പം ബഹുജനം പലവിധം ആൾക്കാർക്ക് ഓരോ വിഷയം വരുന്ന സമയത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറയും. അത് നമുക്ക് ആർക്കും ആരെയും നാവ് കെട്ടിടാനോ ചങ്ങലിക്കിടാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ വന്നേക്കുന്ന ഒരു സാധനം കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ സ്ഥാപനത്തിൻ്റെ അകത്ത് നടന്നിട്ടുള്ള QR കോഡ് വെച്ചുകൊണ്ട് ഫേക്കായിട്ട് അവരുടെ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് പൈസ ആൾക്കാരുടെ ട്രാൻസാക്ഷൻ ചെയ്ത് ആ പൈസ സ്വന്തമായിട്ട് സ്വരൂപിച്ചത് പിടിക്കപ്പെട്ടതിന് കേസ് കൊടുത്തതിന് ശേഷം അതിനുമായിട്ട് ബന്ധപ്പെട്ട് 8 ലക്ഷം രൂപ അവരിൽ നിന്ന് തിരിച്ച് വാങ്ങുകയും ചെയ്തതിന് ശേഷം ബാലൻസ് പൈസയുടെ കാര്യമായിട്ട് കേസ് നടക്കുന്ന സമയത്ത് ഇവർ തട്ടിക്കൊണ്ടുപോകലിന് വിധേയരാക്കി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഉണ്ടായ ഒരു കെട്ടിച്ചമയ്ക്കൽ കേസ് പോലെയാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. സോ ആക്ച്വലി ഇതാണ് സത്യം. എന്നിരിക്കെ ബാക്കി അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. നമ്മൾ ഈ ചിലപ്പോഴെങ്കിലും നമുക്ക് ആരുടെങ്കിലും നമുക്കായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില രാഷ്ട്രീയത്തിൻ്റെയോ മറ്റുള്ള കാര്യത്തിൻ്റെയോ ഒക്കെ പുറകെ നടന്ന് അതിലെ ഒരു ശത്രുതയോ വെറുപ്പോ മനസ്സിൻ്റെ അകത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് കിട്ടിയ ഒരു അവസരം വരുമ്പോഴേക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ ഇങ്ങോട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്തേക്കാമെന്ന് ചിന്തിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുക. ഒരു സ്ഥാപനം എന്നല്ല, ഒരു ചെറിയൊരു ബ്രാൻഡ്, അറ്റ്ലീസ്റ്റ് ഒരു തുണി കച്ചവടം അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, ഒരു ചെറിയൊരു സാധനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു നോക്ക്. അത് എത്ര കാലം എടുക്കും അതൊന്ന് ഇതായിട്ട് വരാൻ? എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അതിന് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് കസ്റ്റമേഴ്സിനെ കൂട്ടി നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ ആ സർവീസ് കൊടുത്ത് പോവുക, അതിൽ സ്റ്റാഫിനെ വെക്കുക, അവർക്ക് സാലറി കൊടുക്കുക, അതിന് വരുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യുക, പൊളിയാതെ നോക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതിൽ നിന്നൊക്കെ ഒരു പെൺകുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? ഞാൻ ഇപ്പോഴും അത് പറയുന്നു. ചില കാര്യങ്ങളിലെങ്കിൽ ഇവരോടൊക്കെ എനിക്ക് വിയോജിപ്പുകളുണ്ട്, അത് ഞാൻ പ്രകടമാക്കിയിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്കെതിരെ നടത്തിയിരിക്കുന്ന സാധനത്തിനകത്ത് ആരാണോ ചെയ്തിട്ടുള്ളവർ നല്ല ശിക്ഷ കിട്ടണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നവർ ഗൈസ്, ബൈ.